എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ റിഡോക്സ് റിയാക്ഷൻ എന്നൊരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, Mg+F2 gives MgF2. അതാണ് മഗ്നീഷ്യം ഫ്ലൂറിനുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഫ്ലൂറൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ. മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഈ രാസപ്രവർത്തനത്തിൽ ഓക്സികാരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സികാരി. ഇവിടെ നോക്കുക, മഗ്നീഷ്യം പ്ലസ് F2 gives MgF2 എന്നാണ്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേ എത്രയായിരുന്നു? 0 ആയിരുന്നു. ഫ്ലൂറിന്റെയും 0 ആയിരുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ മഗ്നീഷ്യത്തിന് എത്രയാവും? +2 ആവും. ഫ്ലൂറിന് എത്രയാവും? -1 ആവും. ഇല്ലേ? മനസ്സിലായല്ലോ. അപ്പൊ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സ്റ്റേറ്റിന് അവിടെ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥയ്ക്ക് അവിടെ വ്യത്യാസം വന്നു. അതായത് 0 മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 +2 ആയി. ഫ്ലൂറിന്റെയും 0 എങ്ങനെ? -1 ആയി. ഈ മഗ്നീഷ്യത്തിന് എന്താണ് സംഭവിച്ചത്? മഗ്നീഷ്യം +2 ആയെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാമേ, ഇലക്ട്രോൺസിനെ ഇവിടെ നഷ്ടപ്പെടുത്തുവാണ് ഇത്. അപ്പൊ ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നതിന് നമ്മൾ എന്ത് പറയും? ഓക്സിഡേഷൻ എന്ന് പറയും, അല്ലേ? ഓക്സീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫ്ലൂറിന്റെ കേസിലോ, ഫ്ലൂറിന് എന്തായിട്ട് മാറി? -1. ഓക്സിജനാവസ്ഥ -1 ആയിട്ട് മാറി. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിട്ട് മാറി. അതായത് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുവാണ് ചെയ്തല്ലേ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. അതായത് ഇലക്ട്രോൺസിനെ അവിടെ നേടുവാണ് ചെയ്തത്. ഇലക്ട്രോൺസിനെ നേടുന്നതിന് നമ്മൾ എന്ത് പറയും? റിഡക്ഷൻ എന്ന് പറയും, അല്ലേ? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയും. അപ്പൊ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് നമ്മൾ എന്ത് പറയും? റെഡ്യൂസിങ് ഏജന്റ്, അല്ലെ? റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ എന്താണ്? നിരോക്സീകാരി എന്ന് പറയും. റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സീകാരി. റിഡക്ഷൻ സംഭവിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും, അല്ലെ? ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷൻ സംഭവിക്കുന്നതിന് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. അതായത് ഓക്സീകാരി, അല്ലെ? ഓക്സീകാരി എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പൊ നോക്കി, ഇവിടുത്തെ ഓക്സീകാരി ഏതാണ്? ഫ്ലൂറിൻ ആണ്. മനസ്സിലായല്ലോ. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? മനസ്സിലായല്ലോ. ഫ്ലൂറിനാണ് ഇവിടുത്തെ ഓക്സികാരി. അപ്പം ഓക്സിഡേഷൻ ഏതിനാണോ സംഭവിക്കുന്നത്, അപ്പോൾ റിഡക്ഷൻ ഏതിനാണോ സംഭവിക്കുന്നത് അത് നോക്കുക. ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സീകാരി എന്ന് പറയും. അതുപോലെ റിഡക്ഷൻ സംഭവിക്കുന്നതിന് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സികാരി എന്ന് പറയും കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് കൃത്യമായിട്ട് കാണുക കേട്ടോ. എങ്കിലേ ഉള്ളൂ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. Al+O2 gives Al2O3 എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം Al+O2 gives Al2O3. അപ്പൊ ഇതിന് നമുക്കറിയാം, Al ഇവിടെ എത്രയാണ്? ഇവിടെ 1 ഇവിടെ പ്രൊഡക്റ്റിന്റെ കേസിൽ വന്നപ്പോൾ 2 വന്നു. ഓക്സിജൻ ഇവിടെ 2, ഓക്സിജൻ ഇവിടെ 3, ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ ഞാനിവിടെ ഒരു 2 കൊടുക്കാം കേട്ടോ. അലുമിനിയത്തിന്റെ അവിടെ കേസിൽ ഇവിടെ റൈറ്റ് സൈഡിൽ 2 ആയതുകൊണ്ട് ഇവിടെ ഞാനിവിടെ 2 കൊടുത്തു. Al പ്ലസ് ഓക്സിജൻ ഇവിടെ 3 ഉണ്ട്, ഇല്ല? ഓക്സിജൻ ഇവിടെ 3 ഉണ്ട്, പക്ഷെ ഇവിടെ എത്രയാണ്? 2 ഉള്ളു. അപ്പൊ ഞാൻ ഇവിടെ ഒരു 3 കൂടെ കൊടുക്കണേ. 3O2 gives 3 ആയി Al2O3 എന്ന് എഴുതി. ഇപ്പൊ ശരിയായോ? ഇല്ല, അലൂമിനിയം നോക്കിയാൽ അലൂമിനിയം ഓക്കെ ആയി. ഓക്സിജൻ ഇവിടെ 6 ഉണ്ട്, പക്ഷെ ഇവിടെ 3 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കൊടുക്കുവാണ്. 2Al plus 3O2 gives, ഞാൻ ഇവിടെ 2 കൂടെ കൊടുത്തു. 2Al2O3. നോക്കുക, അലൂമിനിയം ഇവിടെ എത്രയായി? ഇവിടെ 4 വന്നു, പക്ഷെ ഇവിടെ 2 ഉള്ളൂ. ഓക്സിജൻ ഇവിടെ എത്രയാ? 6 വന്നു, ഇവിടെ 6 വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അലൂമിനിയത്തിന് ഒന്നുകൂടെ ചെയ്യാം. അപ്പൊ അലൂമിനിയത്തിന് ഞാൻ ഒരു 2 കൂടെ കൊടുക്കുമ്പോൾ ഇവിടെ എത്ര വരും? 4 വരും. അപ്പൊ 4Al plus 3O2 gives എത്രയാണ്? 2Al2O3. ഇപ്പൊ ശരിയായല്ലോ. അലൂമിനിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര വന്നു? 4 വന്നു. ഓക്സിജന്റെ കേസിലും ഇവിടെ 6 വന്നു. ഇവിടെ അലൂമിനിയം എത്രയാണ്? 4 വന്നു. ഓക്സിജന്റെ കേസിൽ ഇവിടെ വരുമ്പം 6 വന്നു. മനസ്സിലായല്ലോ. അപ്പം 4 എത്രയാണ്? 4Al plus 3O2 gives 2Al2O3. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ O2? O2ൽ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജന്റെ എത്ര വരും ആൻസർ? ഇത് 0 എന്ന് വരുമല്ലോ. ഇത് 0 എന്ന്. O2 അല്ലേ? അപ്പൊ നമുക്കറിയാം ഓക്സിജന്റെ -2 ആണ്. അപ്പൊ എത്ര വരും? 0 എന്ന് വരും. മനസ്സിലായല്ലോ. ഇനി അടുത്ത്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇൻ H2SO4 is +1 ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് -2 ആണ്. ഇവിടെ സൾഫറിന്റെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫറിന്റെ ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതാ നോക്കുക, H2SO4ൽ ഹൈഡ്രജന്റെ ഓക്സീകരണാവസ്ഥ +1ഉം ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ -2 ആണെങ്കിൽ സൾഫറിന്റെ കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻ ഇവിടെ മിസ് ആയി പോയതാണ് കേട്ടോ. സൾഫറിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? H2SO4ലാണ് കണ്ടുപിടിക്കേണ്ടത്. H2SO4ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം എടുക്കുമ്പോൾ, അതാണ് ഓക്സിഡേഷൻ നമ്പറിൽ എല്ലാം സം എടുക്കുമ്പോൾ 0 ആണെന്ന് നമുക്കറിയാം.
അല്ലേ? അപ്പൊ എന്താ, ഹൈഡ്രജന്റെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ ഓക്സിജൻ ഓക്സ +1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ എത്ര വരും, ഇവിടെ +1 വരും. ഓക്സിജന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് -2 ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് സൾഫറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്രയാണ്, ഹൈഡ്രജൻ ഇവിടെ 2 ഉള്ളതുകൊണ്ട് അപ്പം 1 × +1 × 2 എന്ന് എഴുതി. പ്ലസ് സൾഫറിന്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൾഫറിന്റെ അവിടെ ഇട്ടു. പ്ലസ് ഓക്സിജൻ എത്രയാണ്, -2 അല്ലേ? -2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇവിടെ എത്രയാണ്, 2 വന്നു. 2 + S ഇവിടെ എത്ര വരും, -8 വരും, is equal to 0. പിന്നെ എത്രയാണ്, S - 6 വരും, is equal to 0 or S is equal to 6. മനസ്സിലായല്ലോ? അപ്പൊ H2SO4 സൾഫറിന്റെ ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, 6 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, അതാ നോക്കാം. ഇൻ ദ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ബൈ കമ്പൈനിങ് സോഡിയം ആൻഡ് ക്ലോറിൻ, സോഡിയം ക്ലോറിനും ചേർന്ന സോഡിയം ക്ലോറിൻ ഉണ്ടാകുന്ന സമവാക്യത്തെ ഓക്സീകരണ സമവാക്യം, നിരോക്സീകരണ സമവാക്യം, അതുപോലെ അയോണുകൾ ചേർന്ന് സോഡിയം ക്ലോറിൻ ഉണ്ടാകുന്ന സമവാക്യം എന്നീ 3 ഘട്ടങ്ങളാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോഡിയവും ക്ലോറിനും ചേർന്നിട്ട് സോഡിയം ക്ലോറിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്സിഡേഷന്റെ ഇക്വേഷൻ എഴുതണം, അതുപോലെ റിഡക്ഷന്റെ ഇക്വേഷൻ എഴുതണം, പിന്നെ അത് അയോൺസ് കൂടെ ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ് ആകുന്ന ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, 3 ഘട്ടമായിട്ട് എഴുതാനല്ലേ പറഞ്ഞിരിക്കുന്നത്. സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു അല്ലേ? സോഡിയം എന്തായിട്ട് വന്നു, സോഡിയം എന്ന് പറഞ്ഞിരിക്കുന്നു ഓക്സിഡേഷൻ സംഭവിച്ച് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുമല്ലേ, Na+ അല്ലേ? Na+ ആയിട്ട് മാറുന്നു, ഒരു ഇലക്ട്രോൺസിനെ അവിടെ ലോസ് ചെയ്തു. ഇനി രണ്ടാമത്തെ എന്താണ്, റിഡക്ഷൻ. ക്ലോറിൻ എന്ത് സംഭവിക്കും, ക്ലോറിൻ ഇലക്ട്രോണിനെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും ഇല്ല, എന്നിട്ട് ക്ലോറിൻ അയൺ ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ എന്താണ്, അയോണുകൾ ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകും. അപ്പൊ എന്താണ്, അയോണുകൾ Na+ ഇല്ലേ, Na+Cl- ഈസ് എന്താണ്, NaCl. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻ നോക്കിയേ, C+4 HNO3 gives 2H2O + CO2 + 4NO2 കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ റിയാക്ടന്റ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഇൻ ദിസ് കെമിക്കൽ ഇക്വേഷൻ. അതായത് ഈ സമവാക്യം കണ്ടല്ലോ, ഈ സമവാക്യത്തിൽ അഭികാരത്തിലെയും ഉൽപ്പന്നത്തിലെയും കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതാം, എന്താണ് എഴുതേണ്ടത്, ഓക്സിഡേഷൻ നമ്പർ അല്ലേ. ഓക്സിഡേഷൻ ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണ് കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ റിയാക്റ്റന്റ് സൈഡിലെ കാർബണിന്റെ ഓക്സിജനാവസ്ഥ എത്രയാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം എത്രയാണ്, 0 അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ പ്രൊഡക്റ്റിന്റെ സൈഡിൽ വന്നപ്പോൾ എങ്ങനെയായി, ഉൽപ്പന്നത്തിന്റെ സൈഡിൽ വന്നപ്പം എത്രയായിട്ട് മാറും, ഇവിടെ നോക്കുക, CO2 ആയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ എത്രയായിട്ട് മാറും, +4 ആയിട്ട് മാറും. ഇവിടെ CO2 അല്ലേ കിടക്കുന്നത്. CO2 ആകുമ്പോൾ നമുക്കറിയാം അതിന്റെ ടോട്ടൽ വരുമ്പോൾ 0 വരണമെന്നറിയാം. ഓക്സിജന് നമുക്കറിയാം -2 ആണെന്ന് നമുക്കറിയാം ഇല്ല. അപ്പം CO2 എന്നല്ലേ കിടക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്, CO2 എന്നാണ് കിടക്കുന്നത്. നമുക്ക് ടോട്ടൽ നമുക്കറിയാം 0 ആണ് പറഞ്ഞത്, കാർബണിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം C+ ഓക്സിജന്റെ -2 ആണെന്നറിയാം, -2 × 2 ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 0 വരും. C - 4 0 എന്ന് വരും, C = 4 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പം പ്രൊഡക്റ്റ് സൈഡില് കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എത്ര വന്നു, +4 വന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഡിഡ് കാർബൺ അണ്ടർഗോ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ, കാർബണിന് ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ ഇവിടെ സംഭവിച്ചത്? കാർബൺ അവിടെ എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ നമ്പർ കൂടുകയല്ല ചെയ്തത്. പ്രൊഡക്റ്റ് സൈഡിൽ വന്നപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ അല്ലെ, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണമാണ് സംഭവിക്കുന്നത് കേട്ടോ. കാർബണിന് ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സീകരണം കേട്ടോ, എഴുതിക്കണം കേട്ടോ. ഓക്സീകരണമാണ് കാർബണിന് അവിടെ സംഭവിക്കുന്നതിന് കാരണം എന്താണ്, അവിടെ എന്താണ്, ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് ചെയ്തത്. റീസൺ എന്താണ്, ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എന്ത് സംഭവിച്ചു, കൂടി ഇല്ല, ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്തത്. നമ്മൾ പഠിച്ചതാണ്, ഓക്സിഡേഷൻ നമ്പർ കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഓക്സീകരണമാണ് സംഭവിക്കുന്നത്. ഇനി വിച്ച് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ, അതായത് ഈ രാസപ്രവർത്തനത്തിൽ ഓക്സികാരി ഏതാണ്, ഓക്സികാരി ഏതാ നമുക്കറിയാം, HNO3 ഇല്ലേ, HNO3 ആണ് ഇവിടുത്തെ ഓക്സികാരി അല്ലെങ്കിൽ അതാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ, വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്, ഓക്സിഡൈസിങ് ഏജന്റ് HNO3 ആണ്, റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്, കാർബൺ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ.
ചൂസ് ഓക്സിഡേഷൻ റിയാക്ഷൻ ഫ്രം ദ ഫോളോയിങ്. 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താണ്, ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യണമല്ലോ. അത് ആദ്യത്തെ നോക്കുക, Zn പ്ലസ് Zn 2 പ്ലസ് 2 ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ എന്താണ്, ഓക്സിഡേഷൻ ആണ്. രണ്ടാമത്തെ കേസിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമല്ലോ, അതല്ല. മൂന്നാമത്തെ കേസിലും ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുവാണ്, നഷ്ടപ്പെടുത്തുവാണ് ചെയ്യുന്നത്. നാലാമത്തെ കേസിൽ ഗെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഏതൊക്കെയാണ്, എയും അതുപോലെ തന്നെ സിയും അല്ലെ. എയും സിയും ആണ് ഇത് നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Zn പ്ലസ് CuSO4 ഗീവ്സ് Zn SO4 പ്ലസ് Cu എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കെമിക്കൽ ഇക്വേഷൻ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലേ, അതാ നോക്കാം. ഡസ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ എബോവ് റെപ്രസെന്റ് റിഡോക്സ് റിയാക്ഷൻ? ഈ രാസപ്രവർത്തനം ഒരു റിഡോക്സ് പ്രവർത്തനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താ റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും നടക്കണം, അതുപോലെ റിഡക്ഷനും നടക്കണം. ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്ന പ്രവർത്തനങ്ങളെയല്ലേ നമ്മൾ റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 0 ആയിരുന്നു ഇല്ലേ, ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു. അത് പ്രൊഡക്റ്റ് സൈഡിൽ വന്നപ്പോൾ +2 ആയി ഇല്ല, അതായത് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുള്ളൂ. അതുപോലെ എന്താ നോക്കുക, കോപ്പർ സൾഫേറ്റിന് CuSO4 എന്ന് സംഭവിച്ചത് റെഡ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, Cu2 പ്ലസ് റെഡ്യൂസ് ചെയ്തിട്ട് Cu ഇല്ലേ, Cu കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നിന്നാണ് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്, ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ്. മനസ്സിലല്ലോ. അപ്പൊ എസ് എന്നാണ് ആൻസർ. ഇതാ നോക്കാം. സിങ്ക് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ടു ZnSO4. സിങ്ക് ഓക്സിഡൈസ് ചെയ്തിട്ട് ZnSO4 ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ടു കോപ്പർ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഹിയർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. Zn ഓക്സീകരിക്കപ്പെട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ CuSO4 നിരോക്സീകരിക്കപ്പെട്ട് കോപ്പറായി മാറുന്നു. ഇങ്ങനെ ഒരേ സമയവും ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്നതിന് ഇതെന്താണ്, ഒരു റിഡോക്സ് പ്രവർത്തനം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ ഗിവൺ ഇക്വേഷൻസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. Zn പ്ലസ് 2HCl ഗീവ്സ് ZnCl2 പ്ലസ് H2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നോക്കാം. ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ കറക്റ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് ഇവിടെ എന്താണ്, സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ അതോ ജസ്റ്റിഫൈ ചെയ്യാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കുക, അവിടെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിരിക്കുന്നതിന് Zn ഗെറ്റ്സ് ഓക്സിഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Zn ഓക്സീകരിക്കപ്പെട്ടിട്ടുണ്ട്. Zn ഇവിടെ ഇങ്ങനെ ഓക്സീകരണം സംഭവിച്ചിട്ടില്ല, 0 ആയിരുന്നു ഇല്ലേ. Zn Cl2 ആയിട്ട് മാറിയില്ലേ. അപ്പം അവിടെ ഓക്സീകരണം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ HCl ഇസ് ഓക്സിഡൈസിങ് ഏജന്റ്. HCl ആണോ അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്? HCl എന്ത് സംഭവിക്കുന്നത്, റിഡക്ഷൻ സംഭവിക്കുന്നുണ്ടല്ലോ അല്ലെ. റിഡക്ഷൻ സംഭവിക്കുന്നത് നിരോക്സീകരണം സംഭവിക്കുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നല്ലേ. അപ്പൊ HCl നിരോക്സീകരണം സംഭവിച്ചിട്ടത് H2 ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ഓക്സിഡേഷൻ നടക്കുന്നു, റിഡക്ഷനും നടക്കുന്നുണ്ട് അല്ലെ. അതായത് ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്നുണ്ട്. അപ്പം എന്താണ്, ഓക്സീകാരി നിരോക്സീകരണം നടക്കുന്നതിനല്ലേ നമ്മൾ ഓക്സീകാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിരോക്സീകരണം നടക്കുന്നതിന് എവിടെയാണ്, HCl-നാണല്ലേ. അപ്പൊ HCl എന്താണ്, ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അല്ലെങ്കിൽ ഓക്സീകാരിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സ്റ്റേറ്റ്മെന്റ്സ് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണല്ലോ, രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ. ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്, ഇത് നമുക്ക് കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോട്ടെ. Fe plus 2HCl gives FeCl2 plus H2. Find the oxidation state of Fe in FeCl2. എന്നാണ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാനാണ് കേട്ടോ. FeCl2 എന്താണ്, എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ ഇവിടെ എത്രയായിരുന്നു, 0 ആയിരുന്നില്ല. അപ്പൊ നമുക്ക് അറിയാം ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണമെങ്കിലാണ് FeCl2 ആണ്, ടോട്ടൽ നമ്പർ 0 ആണെന്ന് നമുക്കറിയാം. Fed ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലോറിന്റെ എത്രയാണ് വരുന്നത്, ക്ലോറിന്റെ -1 അല്ലേ. അപ്പൊ Fe പ്ലസ് -1 ഇൻറ്റു 2 എന്ന് വരും, ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. Therefore Fe അല്ലേ, Fe -2 ഈസ് ഈക്വൽ ടു 0 ഓർ Feയുടെ എത്ര വന്നു, ഈസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പൊ എത്രയാണ്, ഫൈൻഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe എന്ന് പറഞ്ഞാൽ എത്രയാണ്, +2 അല്ലെ. +2 ആണ് എന്താണ് ഓക്സീകരണാവസ്ഥ, Feയുടെ ഓക്സീകരണാവസ്ഥ. ഇനി ഐഡന്റിഫൈ ദ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ഗിവൻ ഇക്വേഷൻ. ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിഡക്ഷൻ നടക്കുന്നതിനല്ലേ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓക്സിഡൈസിങ് ഏജന്റ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഓക്സീകാരി അല്ലേ. ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സീകാരി ഇവിടെ ആരാണ്, ഓക്സീകാരി ഇവിടെ ഏതിനാണ് ഓക്സീകരണം സംഭവിക്കുന്നത്, HCl അല്ലേ.
ഇതാ നോക്കുക, നമുക്ക് കാണുമ്പോൾ അറിയാം ഓക്സികാരി, അതായത് റിഡക്ഷൻ നടക്കുന്നതല്ലേ ഓക്സികാരി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ഓക്സികാരി അതാണ് HCl ആണ്. അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്നത്, അതായത് നിരോക്സികാരി അല്ലെ. നിരോക്സികാരി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്നത് ഏതിനാണ്? എഫിക്കാണ് അല്ലെ. അപ്പം എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് HCl-ഉം റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? Fe-യുമാണ്. ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം. ബാലൻസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. Mg ഇല്ലേ, Mg പ്ലസ് O2 ഗീവ്സ് MgO എന്നാണ് തന്നിരിക്കുന്നത്. ഓക്സിജൻ ഇവിടെ 2 ആണ്, ഇവിടെ 1 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ശരിയാക്കാം. അപ്പൊ എങ്ങനെയാണ്? ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് Mg പ്ലസ് O2, റൈറ്റ് സൈഡിൽ നമുക്കൊരു എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. 2 MgO എന്ന് കൊടുക്കാം. പക്ഷെ അവിടെ നോക്കിയേ, 2 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ Mg ഇവിടെ 2 ആയിട്ട് വന്നു. പ്രൊഡക്റ്റിന്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ ഒരു 2 കൊടുക്കാം. അപ്പം 2mg പ്ലസ് O2 ഗീവ്സ് 2mgO. ശരിയായല്ലോ. 2mg പ്ലസ് O2 ഗീവ്സ് 2mgO. ഇനി അടുത്ത് രണ്ടാമത്തെ ബി നോക്കൂ കേട്ടോ. എന്താണ്? Na ഇല്ലേ, Na പ്ലസ് O2 ഗീവ്സ് എന്താണ്? Na2O. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? സോഡിയത്തിന് ഇവിടെ 2 ഉണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ 2 കൊടുക്കാം. 2Na പ്ലസ് O2 ഗീവ്സ്, ഇവിടെ ഓക്സിജൻ ഇവിടെ 2 ഉണ്ടല്ലോ, റിയാക്റ്റിന്റെ സൈഡിൽ 2 ഉണ്ട്, പ്രൊഡക്റ്റിന്റെ സൈഡിൽ എത്രയാണ്? 1 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 2 കൊടുക്കാം. 2Na2O എന്ന് വന്നു. ഇത് സോഡിയം ശരിയായോ? ഇല്ല, സോഡിയത്തിന് അപ്പൊ നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം. ഇവിടെ സോഡിയം 4 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു 4 കൊടുക്കാം. അപ്പം 4Na പ്ലസ് O2 ഗീവ്സ് 2Na2O. മനസ്സിലായല്ലോ? 4Na പ്ലസ് O2 ഗീവ്സ് 2Na2O. ഇനി അടുത്തത് മൂന്നാമത്തെ സി ഏതാണ്? ഇതാ നോക്കുക. MgOH ടോയ്സ് പ്ലസ് എന്താണ്? H2SO4 അല്ലേ. SO4 ഗീവ്സ് എന്താണ്? MgSO4 പ്ലസ് H2O. നോക്കുക, മഗ്നീഷ്യം Mg ഓക്കെ ആണ്, SO4 ഓക്കെ ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ കേസിൽ വന്നപ്പോൾ ഹൈഡ്രജൻ ഇവിടെ 2, ഇവിടെ എത്രയുണ്ട്? ഇവിടെ 4 ഉണ്ട് ഇല്ലേ. അപ്പൊ ഇവിടെ 2 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിന്റെ സൈഡിൽ കൊടുത്ത് വെച്ചാൽ മതി. അപ്പം MgOH, റിയാക്റ്റിന്റെ സൈഡിൽ ഒന്നും ചെയ്യേണ്ട. MgOH ടോയ്സ് പ്ലസ് H2SO4 ഗീവ്സ് MgSO4 ഇവിടെ ഒരു 2 കൊടുക്കാം. അപ്പൊ 2H2O. അപ്പൊ ശരിയായില്ലേ? MgOH ടോയ്സ് പ്ലസ് H2SO4 ഗീവ്സ് MgSO4 പ്ലസ് 2H2O. ഹൈഡ്രജന്റെ ഒക്കെ ശരിയായല്ലോ. ഇനി അടുത്ത് ഡി ഏതാണ്? KClO3 ഗീവ്സ് KCl, പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലേ, പ്ലസ് O2 അല്ലേ. ഇതാ നോക്കി, ഇവിടെ എന്താണ്? ഓക്സിജന്റെ അല്ലേ. ഓക്സിജന്റെ ശരിയാക്കാൻ മതി. ഓക്സിജൻ ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം എന്ത് ചെയ്യാം? ഒരു 2 കൊടുക്കാം. അപ്പൊ 2 KClO3 ഗീവ്സ് എന്താണ്? KCl പ്ലസ് O2 എന്ന് കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പൊ ഈ കേസിൽ വന്നപ്പോൾ K ഇവിടെ 2 ആയി, ഇവിടെ 1 ഉള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ദാറ്റ് ഈസ് 2 KClO3 ഗീവ്സ്, അപ്പൊ നമുക്ക് ഇവിടെ 2 കൊടുക്കാം അല്ലെ. 2 KCl, ഇവിടെ ഓക്സിജന്റെ കേസിൽ വന്നപ്പോൾ 6 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു എന്ത് കൊടുക്കാം? ഒരു 3 കൊണ്ട് കൊടുക്കാം. 3O2. 2 KClO3 ഗീവ്സ് 2 KCl പ്ലസ് 3O2. മനസ്സിലായല്ലോ? ഇക്വേഷൻ ബാലൻസ് ചെയ്തു. അടുത്ത നോക്കാം. ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2Na plus Cl2 gives 2NaCl. അനലൈസ് ദി ഇക്വേഷൻ ആൻഡ് ഫിൽ അപ്പ് ദ ടേബിൾ ഗിവൺ ബിലോ എന്നാണ് ചോദിച്ചിരുന്നത്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഇക്വേഷനിൽ ഓക്സിഡൈസ്ഡ് ആറ്റം, ഇവിടെ ഓക്സിജനം സംഭവിച്ച ഏതിനാണ്? സോഡിയത്തിനാണ് ഇല്ല, സോഡിയത്തിനാണ് ഓക്സിജനം സംഭവിച്ചത്. ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ, ഇതാണ് ഓക്സിഡേഷന്റെ ഇക്വേഷൻ. റെഡ്യൂസ്ഡ് ആറ്റം, നിരോക്സിജനം സംഭവിച്ച ഏതിനാണ്? ക്ലോറിനാണ്. നിരോക്സിജനം സംഭവിച്ച് ക്ലോറിനാണ്. ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ് ഇവിടുത്തെ? ക്ലോറിനാണല്ലേ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോഡിയമാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Fe plus 2HCl gives FeCl2 plus H2. Does this reaction represent a redox reaction? Justify your answer എന്നാണ് ചോദിച്ചിരുന്നത്.
Fe plus 2HCl gives FeCl2 plus H2. ഇത് എന്താണ് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റിഡോക്സ് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഓക്സീകരണവും നിരോക്സീകരണവും നടക്കണം, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണം. ഇവിടെ നോക്കിയേ Fe ഇല്ലേ, Feയുടെ സ്റ്റേറ്റ് നമുക്കറിയാം 0 ആണ്. അത് ചേഞ്ച് ചെയ്ത് എത്രയായിട്ട് മാറുന്നുണ്ട്, +2 ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഹൈഡ്രജൻ ഇല്ലേ, അത് എന്താണ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റം, ഇവിടെ കണ്ടില്ലേ ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറുന്നുണ്ട്. മനസ്സിലാകുന്നു? അപ്പോൾ ഓക്സിഡേഷൻ അവിടെ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ അത് ഓർത്തോളൂ കേട്ടോ. ഇവിടെ ഈ കേസിൽ Fe ഇല്ലേ, Fe എന്തായിട്ട് മാറുന്നുണ്ട്, Fe എന്തായിട്ട് മാറുന്നുണ്ട്, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുണ്ട് അല്ലേ, അത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് Fe2+ ആയിട്ട് മാറുന്നുണ്ട് ഇല്ലേ, 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഓക്സിഡേഷൻ അല്ലേ, അതായത് ഓക്സീകരണം സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ഹൈഡ്രജന്റെ കേസിൽ അല്ലേ, ഹൈഡ്രജൻ 2H, ഹൈഡ്രജൻ എന്ത് സംഭവിക്കുന്നുണ്ട്, അതെന്താണ് ഇലക്ട്രോൺസിനെ അവിടെ എന്താണ് അക്സെപ്റ്റ് ചെയ്തിട്ട്, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റമായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ആറ്റമായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് സംഭവം, ഇവിടെ എന്താണ് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ടല്ലോ, റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണിത്, റിഡോക്സ് റിയാക്ഷൻ ആണ്. അവിടെ നമുക്ക് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിഡോക്സ് റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേന്നുണ്ട് Fe ചേഞ്ചസ് ടു Fe2+ ആൻഡ് ബൈ റിമൂവൽ ഓഫ് 2 ഇലക്ട്രോൺസ്, ഓക്സിഡേഷൻ കൊടുത്തിട്ടുണ്ട്. H+ ആൻഡ് ചേഞ്ചസ് ടു H2 ബൈ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം the given reaction represent a redox reaction because both oxidation and reduction takes place simultaneously. രാസപ്രവർത്തനത്തിൽ Fe ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Fe2+ അയോണുകളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ H+ അയോണുകൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ചു കേട്ടോ, H+ അയോൺ ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് H2 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്താണ് നിരോക്സീകരണം, റിഡക്ഷനും സംഭവിക്കുന്നുണ്ട്. അപ്പം ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്നതിൽ എന്താണ്, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. ചൂസ് ഓക്സിഡേഷൻ റിയാക്ഷൻ ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ദം. ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഓക്സിഡേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യണമല്ലോ. അപ്പൊ ഒന്നാമത്തെ ലോസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏതാണുള്ളത്, രണ്ടാമത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാണ്, ഗെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്, മൂന്നാമത്തെ ഗെയിൻ ചെയ്യുവാണ്, നാലാമത്തെ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം 1, 4 കേട്ടോ, ഇവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. അൺബാലൻസ്ഡ് ആൻഡ് ഇൻകംപ്ലീറ്റ് കെമിക്കൽ ഇക്വേഷൻ ആർ ഗിവൺ. ഫിൽ അപ്പ് ദ ഗ്യാപ്സ് ബൈ സെലക്ടിങ് ഫ്രം ദ ഫോർമുല ഓഫ് ദ മോളിക്യൂൾസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഓൾസോ ബാലൻസ് ദ ഗിവൺ ഇക്വേഷൻ. ഇത് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കുറച്ച് ഹിന്റ് തന്നിട്ടുണ്ട്, ബ്രാക്കറ്റ്, അത് ഇത് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ നോക്കി, Zn പ്ലസ് എന്താണ് 2HCl, Zn പ്ലസ് 2HCl ഗീവ്സ്. ഇവിടെ എന്താണ് വരേണ്ടത്, ഇവിടെ ഏത് വരണം, ZnCl2 അല്ലെ, ZnCl2 നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ZnCl2 പ്ലസ് H2, എങ്കിലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ 2mg പ്ലസ് ഡാഷ് 2mg പ്ലസ്, അവിടെ എന്താണ് വരേണ്ടത്, ഇവിടെ റൈറ്റ് സൈഡിൽ MgO അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് വരണം, O2 അല്ലെ, ഇവിടെ എന്താണ് O2 ആണ്, O2 യൂസ് എന്താണ് 2mgO, റൈറ്റ് സൈഡിൽ MgO എന്നല്ലേ കിടക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ എന്താണ് 4Al പ്ലസ് 3O2 ഗീവ്സ് എന്താണ് 4Al പ്ലസ് 3O2 ഗീവ്സ് എന്താണ് വേണ്ടത്, Al2O3 ഇല്ലേ, Al2O3. മനസ്സിലായല്ലോ? ഇത് നോക്കിയിരുന്നു, ഇത് ബാലൻസിങ് ആണോന്നും ചോദിച്ചിട്ടുണ്ട്. ബാലൻസിങ് അല്ല എന്നുണ്ടെങ്കിൽ ബാലൻസിങ് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ Zn പ്ലസ് 2HCl, Zn ഓക്കെ ആണ്, HCl ഇവിടെ ഓക്കെ ആണ്, ഹൈഡ്രജനും ഓക്കെ ആണ്, അത് ബാലൻസിങ് ആണ്. രണ്ടാമത്തെ ഏതാണ് 2mg, ഇവിടെ 2mg ഉണ്ട്, ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഓക്കെ ആണല്ലോ. അടുത്ത കേസിൽ 4Al പ്ലസ് 3O2, അലുമിനിയം ഇവിടെ എത്രയാണ്, ഇവിടെ 2 ഉള്ളു അല്ലേ. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ എന്തുവരും 4Al പ്ലസ്, അതുപോലെ തന്നെ ഓക്സിജന്റെ കേസിൽ ഇവിടെ 3 ആണ്, ഇവിടെ 6 ഉണ്ടല്ലോ. അപ്പം നോക്കുക, അപ്പൊ ഇവിടെ 3O2 വരും, ഇവിടെ ഗീവ്സ് എത്ര വരും, അലുമിനിയത്തിന് 2 കൂടെ കൊടുക്കണ്ടേ, 2 Al2O3. ഓക്സിജനും അലുമിനിയം ഒക്കെ കറക്റ്റ് ആയല്ലേ, ബാലൻസിങ് ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. Mg പ്ലസ് 2HCl ഗീവ്സ് MgCl2 പ്ലസ് H2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനലൈസ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. കെമിക്കൽ ഇക്വേഷൻ നോക്കിയിട്ട് താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാ നോക്കുക, വിച്ച് ആറ്റം അല്ലെങ്കിൽ അയൺ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്. ഓക്സീകരണം സംഭവിച്ച ആറ്റം, ഓക്സിഡേഷൻ സംഭവിച്ച ഏതിനാണ്, ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ച ഏതിനാണ്, Mg ഇല്ല, Mg 0 ആയിരുന്നു 2+ ആയിട്ട് മാറി. അതിപ്പോ ഏതിനാണ് ഓക്സീകരണം സംഭവിച്ചത്, Mg ഇല്ലേ, മഗ്നീഷ്യത്തിനാണ് ഇവിടെ ഓക്സീകരണം സംഭവിച്ചത്. ഇനി ദെൻ വിച്ച് ആറ്റം ഗെറ്റ്സ് റെഡ്യൂസ്ഡ്, ഏതിനാണ് നിരോക്സീകരണം സംഭവിച്ചത്, നിരോക്സീകരണം സംഭവിച്ചതാണ് Cl-നല്ലേ, ക്ലോറിനല്ലേ ഇവിടെ നിരോക്സീകരണം സംഭവിച്ചത്, ക്ലോറിനാണ് ഇവിടെ നിരോക്സീകരണം സംഭവിച്ചത്. ഇനി വിച്ച് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ്,
ഏതാണ് ഓക്സികാരി, ഏതാണ് HCl ആണ് ഇവിടുത്തെ ഓക്സികാരി. അതുപോലെ തന്നെ ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് നിരോക്സികാരി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് Mg ആണ്. മനസ്സിലായല്ലോ? ഇപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം ചെയ്ത് നോക്കൂട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നൊന്ന് ഓക്സിഡേഷൻ നമ്പർ ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസുകളുണ്ട്, നമുക്കത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്രയും ക്വസ്റ്റ്യൻസുകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതുപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.